ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലോക ആദ്യ ആഴ്ച തന്നെ തെലുഗു നാട്ടിൽ തെലുഗു ഡബ് വെർഷനോടെ റിലീസായ സിനിമയാണല്ലോ. മലയാളത്തിന്റെ പാൻ ഇന്ത്യൻ സിനിമ തെലുഗു ഡബ് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ മികച്ച കളക്ഷൻ നേടിയെടുത്തതിന് ശേഷം കഴിഞ്ഞ ദിവസം അവിടെ സക്സസ് സെലിബ്രേഷൻ തന്നെ സിനിമയുടെ നിർമ്മാതാവിനോടൊപ്പം ഉണ്ടാകുന്നൊരു കാഴ്ച നാം കണ്ടതാണ്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ലോക എന്ന സിനിമയുടെ തെലുഗു ഡബ് വെർഷന്റെ കളക്ഷനും അതോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്ന് അടുത്ത കാലത്ത് തെലുഗു ഭാഷയിൽ റിലീസായ തെലുഗു ഡബ് വെർഷന്റെ കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ ലോകയുടെ ആദ്യ 7 ദിവസത്തെ തെലുഗു ഡബിന്റെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആ കളക്ഷൻ 7 കോടി പിന്നിട്ടിരിക്കുകയാണ്. അവിടുത്തെ കളക്ഷൻ ട്രെൻഡ് കാണുമ്പോൾ 10 കോടി ഈ വരുന്ന വീക്കെൻഡോടെ സിനിമ നേടിയെടുക്കുമെന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കൊത്ത ലോക എന്ന പേരിലായിരുന്നു ലോകയുടെ തെലുഗു ഡബ് തെലുഗു നാട്ടിൽ റിലീസായത്. ഇനി മോളിവുഡിൽ നിന്നും അടുത്ത കാലത്ത് റിലീസായ തെലുഗു ഡബ് സിനിമകളിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയെടുത്ത സിനിമകളിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രേമലുവാണ്. ഹൈദരാബാദ് കഥയുമായിട്ട് എത്തിയ സിനിമ 13 കോടി 50 ലക്ഷമാണ് തെലുഗു ഡബിലൂടെ മാത്രം അവിടെ ഫൈനൽ കളക്ഷൻ നേടിയെടുത്തത്. രണ്ടാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സ് ആണ്. 12 കോടി 50 ലക്ഷമാണ് സിനിമയുടെ അവിടുത്തെ ഫൈനൽ കളക്ഷൻ. ഇപ്പോഴത്തെ 3-ാം സ്ഥാനത്താണ് നമ്മുടെ ലോക എന്ന സിനിമ എത്തി നിൽക്കുന്നത്. നിലവിൽ 7 കോടി കളക്ഷനിലേക്ക് എത്തപ്പെട്ട സിനിമ അടുത്ത ദിവസങ്ങളിലെ മഞ്ഞുമൽ ബോയ്സും പ്രേമലവും മറികടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലോകയ്ക്ക് താഴെ 4-ാം സ്ഥാനത്ത് മാർക്കോ എന്ന സിനിമയാണ്. 5 കോടി 75 ലക്ഷമായിരുന്നു സിനിമയുടെ തെലുഗു ഫൈനൽ കളക്ഷൻ. ശേഷം 5-ാം സ്ഥാനത്ത് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയാണ്. 5 കോടിയാണ് സിനിമയുടെ തെലുഗു ഡബിന്റെ കളക്ഷൻ. 6-ാം സ്ഥാനത്ത് നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ എന്ന സിനിമയാണ്. 2 കോടി 25 ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ തെലുഗു ഡബിന്റെ കളക്ഷൻ. അപ്പോൾ അടുത്ത കാലത്ത് തെലുഗു സിനിമകളുടെ കേരള ഫൈനൽ കളക്ഷനേക്കാളും മികച്ച കളക്ഷൻ എല്ലാം തന്നെയാണ് മലയാളം സിനിമകൾ തെലുഗു നാട്ടിൽ പോയി നേടിയെടുക്കുന്നത്. ലോക എന്ന സിനിമയുടെ ഫൈനൽ തെലുഗു വരെയുള്ള കളക്ഷൻ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.